So we will start our next topic, that is electromagnetic wave propagation. Okay, electromagnetic wave propagation ആണ് നെക്സ്റ്റ് ടോപ്പിക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി നമുക്ക് എന്താണ് അടുത്ത മോഡ്യൂൾസിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷൻ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ദെൻ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് കണ്ടായിരുന്നു അല്ലേ? മാക്സ്വെൽസ് ഇക്വേഷൻ ഫോർ സ്റ്റാറ്റിക് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്താണ് നമ്മൾ കണ്ടായിരുന്നു. സ്റ്റാറ്റിക് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സിൻ്റെ മാക്സ്വെൽസ് ഇക്വേഷൻസ് നമ്മൾ ഒരു ഡിറൈവ് ചെയ്തായിരുന്നു. പ്ലസ് ഡെറിവേഷൻസ് പല ടോപ്പിക്കുകളായി കണ്ടു. പ്ലസ് നമ്മളൊരു ടേബിൾ ഫോമാറ്റിൽ അതിനെ കൺസോളിഡേറ്റ് ചെയ്ത് ഇട്ട് അതെല്ലാം കണ്ടതാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഫോർ ടൈം വേരിയിങ് ഫീൽഡ്സ് ആണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇത് ശരിക്കും മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ തന്നെ വരുന്നതാണ്. ദെൻ ഇത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷനിൽ നമ്മൾ ഡെറിവേഷൻസ് ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷൻസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസിൻ്റെ ആ ഇക്വേഷൻസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫാരഡേസ് ലോ ആൻഡ് ആംപിയേഴ്സ് ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്ത മാക്സ്വെൽസ് ഇക്വേഷൻസ് ഉണ്ട്. അതിനകത്തു നിന്നാണ് നമ്മൾ വേവ് ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം. ദെൻ ഫസ്റ്റ് ടൈം വേരിയിങ് ഫീൽഡ്സിൻ്റെ മാക്സ്വെൽസ് ഇക്വേഷനാണ് നമ്മൾ ആദ്യം കണ്ടത്. ഏതായിരുന്നു? സ്റ്റാറ്റിക് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സിൻ്റെ മാക്സ്വെൽസ് ഇക്വേഷൻ ആയിരുന്നു കണ്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ടൈം വേരിയിങ് ഫീൽഡിൻ്റെ മാക്സ്വെൽസ് ഇക്വേഷൻസ് ആണ്. അത് കൺസോളിഡേറ്റ് ചെയ്ത ഒരു ടേബിൾ ഫോമാറ്റിലാക്കിയതാണ്. ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഫോം, ദെൻ ഇൻറ്റഗ്രൽ ഫോം, ദെൻ അത് ഏത് ലോയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നതെന്ന് കാണിച്ചിരിക്കുന്നതാണ്. ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഫോം എന്താണ്? ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ വി അല്ലേ? ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ വി. സിമിലർ ഇത് തന്നെയാണ് നമ്മൾ എവിടെ കണ്ടത്? ഫോർ സ്റ്റാറ്റിക് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനും നമ്മൾ കണ്ട സിമിലർ ഇക്വേഷൻ തന്നെയാണ്, ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ വി. ദെൻ അത് ഇൻ്റഗ്രൽ ഫോം ആകുമ്പോൾ എന്ത് വരും? സർഫസ് ക്ലോസ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ റോ വി ഡി വി അല്ലേ? അപ്പോൾ ഡിഫറൻഷ്യൽ ഫോമിൽ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ വി, ദെൻ ഇൻ്റഗ്രൽ ഫോം ആയപ്പോൾ ക്ലോസ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ റോ വി ഡി വി. ദാറ്റ് ഈസ് derived from which law? Gauss law for electrostatics. Gauss law for electrostatics derive ചെയ്താണ് del dot d equal to rho v എന്ന് പറയുന്ന ഇക്വേഷൻ. Then that is del dot d equal to എന്തായിരുന്നു? q enclosed. That is del dot d equal to rho v, that is surface integral d dot ds equal to volume integral rho v dv. Then അടുത്ത ഏതാണ്? ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ഇത് നമ്മൾ എന്ത് കണ്ടതാണല്ലേ? ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ഇതെന്താണ്? ഗോസ് ലോ ഫോർ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. ഗോസ് ലോ ഫോർ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ്. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0. ഇതെന്താണ് പറയുന്നത്? നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ്. സൗത്ത് പോൾ ഉണ്ടെങ്കിൽ നോർത്ത് പോളുണ്ട്. നോർത്ത് പോളും മോണോപോളിന് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്താണ് ആ കൺസെപ്റ്റിൽ നിന്ന് വന്നതാണ് ഈ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഡെൽ ഡോട്ട് ബി, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ക്ലോസ് സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0. ഓക്കെ, മാഗ്നറ്റോസ്റ്റാറ്റിക് ഗോസ് ലോ. ദെൻ അടുത്തത് ഏതാണ്? അടുത്ത ഏതായിരുന്നു നമ്മൾ പഠിച്ച? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. നമ്മൾ അവിടെ പഠിച്ച എന്തായിരുന്നു? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 എന്നായിരുന്നു പഠിച്ചല്ലേ? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0. ഇവിടെ വരുമ്പോൾ എന്തായി? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു ഫോർ ടൈം വേരിയിങ് ഫീൽഡ്സിന് ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഡോ ബി ബൈ ഡോ ടി. ദാറ്റ് ഈസ് ഇതിനെ നമ്മൾ ഇൻ്റഗ്രൽ ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫോമാറ്റിലേക്ക് ആക്കുമ്പോൾ എന്ത് വരും? ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്ന് വരും. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ്. ഇതെന്ന് പറഞ്ഞാൽ ഫാരഡേസ് ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. മാക്സ്വെൽസ് ഇക്വേഷൻ ഡിറൈവ്ഡ് ഫ്രം ഫാരഡേസ് ലോ. ഓക്കെ, ഫാരഡേസ് ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്ത മാക്സ്വെൽസ് ഇക്വേഷൻ ആണ് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇൻ ഇൻ്റഗ്രൽ ഫോം ലൈൻ ഇൻ്റഗ്രൽ ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു മൈനസ് ടോ ബൈ ഡോ ടി സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ്. ഓക്കെ, ദെൻ അടുത്തേതാണ് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ഐ അല്ലേ? നമ്മൾ അവിടെ എന്തായിരുന്നു കണ്ടത്? ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ഐ. ദെൻ ഇതിന് നമ്മൾ ഐനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഐ ഈക്വൽ ടു ജെ പ്ലസ് ഡോ ബൈ ഡോ ടി ജെ ഡിന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ജെ ഡി എന്ന് പറഞ്ഞാൽ ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി, ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഇൻ്റഗ്രൽ ഫോമിലേക്ക് ആക്കുമ്പോൾ ലൈൻ ഇൻ്റഗ്രൽ എച്ച് ഡോ ഡി എൽ ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി ഡി എസ്. ദെൻ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആംബിയസ് സർക്യൂട്ടൽ ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. ആംബിയസ് സർക്യൂട്ടൽ ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ്. ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഇവിടെ എന്ത് വരും? ഡെൽ ക്രോസ് സി ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം വരുമ്പോൾ എന്ത് വരും? ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന് വരും. ദെൻ ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു എന്താണ്? ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ദാറ്റ് ഈസ് ഇതിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ ഫോമാറ്റിൽ എന്ത് വരും? ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി ഡി എസ് ഡോട്ട് ഡി എസ് എന്ന് വരും. ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ആംബിയസ് ലോ. ദിസ് എന്താണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ടൈം വേരിയിങ് ഫീൽഡ്. ദെൻ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്? വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ തേർഡ് ആൻഡ് ഫോർത്ത് ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡെൽ ക്രോസ് സി ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ആൻഡ് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ വേവ് ഇക്വേഷൻ്റെ ഡെറിവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷനിലേക്ക് പോകാം. അവർ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ വിൽ ബി ഇൻ റിലേഷൻ ടു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷനിലെ റിലേറ്റഡ് ആണ്, പ്രൊപ്പഗേഷനുമായിട്ട് റിലേറ്റഡ് ആണ് മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, the existence of EM waves predicted by Maxwell's equations was first investigated by Heinrich Hertz. After several calculations and experiments, Hertz succeeded in generating and detecting radio waves, which are sometimes called Hertzian waves in his honor. ഓക്കെ, അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് വേവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ എക്സിസ്റ്റൻസിനെ ഫസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്തത് ആരായിരുന്നു? മാക്സ്വെൽസ് ആയിരുന്നു. ദെൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആരായിരുന്നു? ഹെർട്സ് ആയിരുന്നു. സോ ഹെർട്സ് റേഡിയോ വേവ്സിനെ ഡിറ്റക്റ്റ് ചെയ്തു. അതുകൊണ്ട് റേഡിയോ വേവ്സിന് നമ്മൾ ഹെർട്സിയൻ വേവ്സ് എന്നും കൂടെ പറയുന്നുണ്ട് ഇൻ ഹിസ് ഹോണർ. ഓക്കെ, ദെൻ വേവ്സിന് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? വേവ്സിന് ജനറലി എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ എന്താണ്? മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിങ് എനർജി ഓർ ഇൻഫർമേഷൻ അല്ലേ? നമ്മൾ ഇലക്ട്രിക് വേവ്സ് എന്ന് പറയും, ഇലക്ട്രിക് എനർജി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. ദെൻ സൗണ്ട് വേവ്സ് എന്ന് പറയും, സൗണ്ട് എനർജീനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ പാത്ത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, സൗണ്ട് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ മീൻസ്, ആ മീഡിയം, അതിനെയാണ് എന്തെന്ന് നമ്മൾ പറയുന്നത്? സൗണ്ട് വേവ്സ് എന്ന് പറയുന്നു. ദെൻ എന്താണ്? ലൈറ്റ് വേവ്സ്, ഓക്കെ, ഇലക്ട്രിക് വേവ്സ്, മാഗ്നറ്റിക് വേവ്സ്, അതൊക്കെയുണ്ട്. ദെൻ ഇൻ ജനറൽ വേവ്സ് ആർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിങ് എനർജി ഓർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എനർജീനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മീൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ജനറലി നമ്മൾ വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? റേഡിയോ വേവ്സ്, TV സിഗ്നൽസ്, റഡാർ ബീംസ്, ലൈറ്റ് റേസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിൾസ് ആണ്. റേഡിയോ വേവ്സ്, TV സിഗ്നൽസ്, റഡാർ ബീംസ്, ലൈറ്റ് റേസ് എന്നൊക്കെ പറയുന്നത് അല്ലേ? ഓൾ ഫോംസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഷെയർ 3 ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. ദേ ഓൾ ട്രാവൽ അറ്റ് ഹൈ വെലോസിറ്റി. In traveling, they assume the properties of waves and they radiate outward from a source without benefit of any discernible physical vehicles. Okay, അപ്പോൾ എല്ലാ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിൾസ് ആണ് റേഡിയോ വേവ്സ്, TV സിഗ്നൽ, റഡാർ ബീംസ്, ലൈറ്റ് റേസ് എന്നൊക്കെ പറയുന്നത്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് എനർജിക്ക് 3 ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. എന്താണ്? ഫസ്റ്റ് 1 എന്ന് പറയുന്നത്, ഫസ്റ്റ് one, they all
ട്രാവൽ അറ്റ് ഹൈ വെലോസിറ്റി. എല്ലാം ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എങ്ങനെയായിരിക്കും? ഹൈ വെലോസിറ്റിയിലായിരിക്കും. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇൻ ട്രാവലിംഗ് ദേ അസ്യൂം ദ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ട്രാവൽ ചെയ്യുന്നത് ഹൈ വെലോസിറ്റിയിലായിരിക്കും. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അസ്യൂം ചെയ്യുന്നത്? പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ്, വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ് അസ്യൂം ചെയ്യും. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ദേ റേഡിയേറ്റ് ഔട്ട്വേർഡ് ഫ്രം എ സോഴ്സ്. ഒരു സോഴ്സിൽ നിന്ന് അത് ഔട്ട്വേർഡ്സിലേക്ക് റേഡിയേറ്റ് ചെയ്യും വിത്തൗട്ട് ബെനഫിറ്റ് ഓഫ് എനി ഡിസേണബിൾ ഫിസിക്കൽ വെഹിക്കിൾസ്. അതായത് അതിന് എന്താ ഫിസിക്കൽ വെഹിക്കിൾസിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ സഹായമൊന്നും ആവശ്യമില്ലാതെ തന്നെ ദേ റേഡിയേറ്റ് ഔട്ട്വേർഡ് ഫ്രം എ സോഴ്സ്. ഒരു സോഴ്സിൽ നിന്ന് അത് റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പുറത്തേക്ക്. ഓക്കെ, ഇതാണ് 3 ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾ ദി ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. എല്ലാ ഫോംസ്, ഓൾ ഫോംസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി shared 3 fundamental characteristics. First one, they all travel in high velocities, and second one, they assume, while traveling they assume the properties of electromagnetic waves, and they radiate outwards without any benefit of any discernible physical vehicle. Okay, the problem of radiation will be then നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷൻസ് ആണ്. ദെൻ അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷൻ ത്രൂ ലോസി ഡയലക്ട്രിക്, ദെൻ ലോസ്ലെസ് മീഡിയം, ദെൻ ഗുഡ് കണ്ടക്ടർ, അതൊക്കെയാണ് ഈ എന്താണ് ഈ പോർഷൻ, ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ആണ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്. ഫ്രീ സ്പേസ് എങ്ങനെയായിരിക്കും? അതിലെ കണ്ടക്ടിവിറ്റി 0 ആയിരിക്കും. ദെൻ നമുക്കറിയാം ഫ്രീ സ്പേസ് എന്ന് പറയുമ്പോൾ കണ്ടക്ടിവിറ്റി 0 ആണ്. ദെൻ എപ്സിലോൺ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും? എപ്സിലോൺ permittivity of free space is represented by epsilon naught, and permeability mu is represented by mu naught. Okay, sigma 0 ആയിരിക്കും. ദെൻ കണ്ടക്ടിവിറ്റി 0 ആയിരിക്കും. പെർമിറ്റിവിറ്റി is represented as epsilon naught, and permeability is represented as mu naught. Okay, then അടുത്ത മീഡിയം ആണ് ലോസ്ലെസ് ഡയലക്ട്രിക് എന്ന് പറയുന്നത്. ലോസ്ലെസ് ഡയലക്ട്രിക്കിൽ എങ്ങനെയായിരിക്കും? സിഗ്മ 0 ആയിരിക്കും. എപ്സിലോൺ എന്ന് പറയുന്നത് എന്ത് വരും? സിഗ്മ ഈസ് ഈക്വൽ ടു 0. ദെൻ എപ്സിലോൺ എന്ന് പറയുന്നത് ഡയലക്ട്രിക് ആണ്, അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി വരും. എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ ആയിരിക്കും. മ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? മ്യൂ നോട്ട് മ്യൂ ആർ ആയിരിക്കും. ഓക്കെ, മ്യൂ നോട്ട് മ്യൂ ആർ ആയിരിക്കും. ദെൻ സിഗ്മ എന്ന് പറയുന്നത് ലെസ് ദാൻ ഒമേഗ എപ്സിലോൺ ആയിരിക്കും. ഒമേഗ എപ്സിലോൺ ആയിരിക്കും. സിഗ്മ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി, ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് ഫേസ് വെലോസിറ്റി. ഓക്കെ, ഒമേഗ എപ്സിലോൺ ആയിരിക്കും. സിഗ്മ ലെസ് ദാൻ ഒമേഗ എപ്സിലോൺ ആയിരിക്കും. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ് കേട്ടോ. ഓക്കെ, ദെൻ ലോസി ഡയലക്ട്രിക്, ഫോർ ലോസി ഡയലക്ട്രിക്കിന് സിഗ്മ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0. ദെൻ എപ്സിലോൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എപ്സിലോൺ ആർ എപ്സിലോൺ നോട്ട് ആയിരിക്കും. മ്യൂ എന്ന് പറയുന്നത് മ്യൂ ആർ മ്യൂ നോട്ട് ആയിരിക്കും. ദെൻ ഫോർ ഗുഡ് കണ്ടക്ടേഴ്സിന് എങ്ങനെയായിരിക്കും? കണ്ടക്ടിവിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും അല്ലേ? കണ്ടക്ടിവിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും. എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ട് ആയിരിക്കും. ആൻഡ് മ്യൂ എന്ന് പറയുന്നത് മ്യൂ ആർ മ്യൂ 0 ആയിരിക്കും. ആൻഡ് സിഗ്മ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ഗ്രേറ്റർ ദാൻ ഒമേഗ, വെരി മച്ച് ഗ്രേറ്റർ ദാൻ ഒമേഗ എപ്സിലോൺ ആയിരിക്കും. വെരി മച്ച് ഗ്രേറ്റർ ദാൻ ഒമേഗ എപ്സിലോൺ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഡെറിവേഷൻ പറയുമ്പോഴും ഇത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീ സ്പേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോസ്ലെസ് ഡയലക്ട്രിക്, ലോസി ഡയലക്ട്രിക്, ഗുഡ് കണ്ടക്ടർ, ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ടക്ടിവിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും. ലോസി ഡയലക്ട്രിക് എന്ന് പറയുമ്പോൾ ലോസി ഡയലക്ട്രിക് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് കണ്ടക്ടർ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കണ്ടക്ടിവിറ്റി ഉണ്ടാകും. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ലോസ്ലെസ് ഡയലക്ട്രിക് എന്ന് പറഞ്ഞാലോ? ലോസ്ലെസ് ഡയലക്ട്രിക് എന്ന് പറഞ്ഞാൽ സിഗ്മ 0 ആയിരിക്കും. ദെൻ ഫ്രീ സ്പേസ് എന്ന് പറയുമ്പോഴും സിഗ്മ 0 ആയിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് ലോസ്ലെസ് ഡയലക്ട്രിക്കിന് സിഗ്മ എന്ന് പറയുന്നത് വെരി മച്ച് ലെസ് ദാൻ ഒമേഗ എപ്സിലോൺ ആണ്. ഇവിടെ ഫോർ ഗുഡ് കണ്ടക്ടേഴ്സ് സിഗ്മ എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ഒമേഗ എപ്സിലോൺ ആണ്. ഒമേഗ ഈസ് ദി ആംഗുലർ ഫ്രീക്വൻസി. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ ഫ്രീക്വൻസി. ഒമേഗ ഈസ് ദി ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഒമേഗ ഈക്വൽ ടു ആംഗുലർ ഫ്രീക്വൻസി വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ്, ആംഗുലർ ഫ്രീക്വൻസീനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഒമേഗ ഈക്വൽ ടു 2πf എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ? 2πf. ഒമേഗ ഈക്വൽ ടു 2πf.
ദെൻ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മുടെ ഫ്രീക്വൻസി. എഫ് വേർ എഫ് ഈസ് ദ ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി ആംഗുലർ ഫ്രീക്വൻസിയാണ് ഒമേഗ എന്ന് പറയുന്നത്. ഒമേഗ റിപ്രസെൻറ്റഡ് ആസ് ഒമേഗ ഈക്വൽ ടു 2πf. Then f where f is the frequency, then omega is the angular frequency of the wave. Then for lossy dielectric in എങ്ങനെയായിരിക്കും? Okay, then വേവ്സ് ഇൻ ജനറൽ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ജനറൽ ഇക്വേഷൻ. വേവ്സിനെ ജനറലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, അതേപോലെ വേവ് ഇക്വേഷൻ ജനറലി എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്, ജനറൽ വേവ് ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ A clear understanding of electromagnetic wave propagation depends on a grasp of what waves are in general. എന്താണ് വേവ്സ് എന്ന് പറയുന്നത് എന്നുള്ളത് നമുക്ക് ജനറലി എങ്ങനെ ഒരു ഐഡിയ വേണം അല്ലേ, ജനറലി എന്തിനാണ് വേവ്സ് എന്ന് പറയുന്നതെന്ന്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ വേവ് ഈസ് എ ഫങ്ഷൻ ഓഫ് ബോത്ത് സ്പേസ് ആൻഡ് ടൈം. വേവ് എന്ന് പറയുന്നത് സ്പേസിൻ്റെയും ടൈമിൻ്റെയും ഒരു ഫങ്ഷനാണ്. വേവ് എന്ന് പറയുന്നത് വേവ് ഈസ് എ ഫങ്ഷൻ ഓഫ് ബോത്ത് സ്പേസ് ആൻഡ് ടൈം. ദെൻ ഇനി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വേവ്സിൻ്റെ ജനറൽ വേവ് ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് പഠിക്കാൻ പോകുന്നത്. ജനറൽ വേവ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെറ്റസ് കൺസിഡർ എ കണ്ടക്റ്റിംഗ് മീഡിയം. ഒരു കണ്ടക്റ്റിംഗ് മീഡിയം കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് മ്യൂ, എപ്സിലോൺ ആൻഡ് സിഗ്മയാണ്. ഓക്കെ, ഒരു കണ്ടക്റ്റിംഗ് മീഡിയം കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് മ്യൂ, എപ്സിലോൺ, സിഗ്മയാണ്. വേവ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ദ മീഡിയം ഈസ് സോഴ്സ് ഫ്രീ ആൻഡ് ചാർജ് ഫ്രീ എന്ന് അസ്യൂം ചെയ്യുന്നു. ഫസ്റ്റ് എന്ത് അസ്യൂം ചെയ്യുന്നു? അസ്യൂം ദാറ്റ് ദ മീഡിയം ഈസ് സോഴ്സ് ഫ്രീ ആൻഡ് ചാർജ് ഫ്രീ. മീഡിയം സോഴ്സ് ഫ്രീ ആണ്, ചാർജ് ഫ്രീ ആണ്. സോ മാക്സ്വെൽസ് ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് എന്തെന്ന് പറയാനായിട്ട് സാധിക്കും? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു -∂B/∂t. ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, -∂B/∂t. ദാറ്റ് ഇസ് ബി എന്ന് പറയുന്നത് മ്യൂ എച്ച് ആണ്. ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച്. സോ എന്തെന്ന് എഴുതാനായിട്ട് സാധിക്കും? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് -∂B/∂t. ദാറ്റ് ഈസ് മൈനസ് മ്യൂ എച്ച് ആയതുകൊണ്ട് -μ∂h/∂t. -μ∂h/∂t. ഓക്കെ, അപ്പോൾ ഡെൽ ക്രോസ് സി ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷനിൽ നിന്നാണ് വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്ത് എന്തൊക്കെയാണ്? മീഡിയം സോഴ്സ് ഫ്രീ ആണ്, അതേപോലെ ചാർജ് ഫ്രീ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദെൻ ഫാരഡേസ് ഇക്വേഷൻ എന്ന് പറയുന്നു ഡെൽ ക്രോസ് സി ഈക്വൽ ടു -∂B/∂t. ദാറ്റ് ഈസ് -μ∂h/∂t. ദെൻ ഈ രണ്ട് സൈഡിലും എന്തെടുക്കുന്നു? കേൾ എടുക്കുന്നു. ടേക്ക് കേൾ ഓൺ ബോത്ത് സൈഡ്സ്. ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഡെൽ ക്രോസ് സി ഈക്വൽ ടു -μ∂h/∂tയുടെ രണ്ട് സൈഡിലും എന്തെടുക്കുന്നു? LHSലും RHSലും കേൾ എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? ഡെൽ ക്രോസ് സി ഈക്വൽ ടു -μ കോൺസ്റ്റൻ്റ് ആണ്. സോ ഔട്ട് സൈഡ് എടുക്കുന്നു. -μ ഡെൽ ക്രോസ് ∂h/∂t എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ടേക്കിംഗ് കേൾ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്ത് വരും? കേൾ എടുത്ത് കഴിയുമ്പോൾ എന്ത് വരും? കേൾ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് എന്ത് വരും? ഈക്വൽ ടു -μ ഡെൽ ക്രോസ് ∂h/∂t എന്ന് വരും. ഇവിടെ എച്ച് ആൻഡ് ബി, ഇവിടെ ഇ എന്ന് പറയുന്നത് എന്താണ്? വെക്ടറാണ്. ബി എന്ന് പറയുന്നത് വെക്ടറാണ്. അതേപോലെ എച്ച് എന്ന് പറയുന്നതൊക്കെ വെക്ടറാണ് കേട്ടോ. വെക്ടർ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. ദെൻ അതിൻ്റെ ഒന്നെങ്കിൽ ഇങ്ങനെ സൈൻ ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം വെക്ടർ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, അത് മനസ്സിൽ വയ്ക്കുക. എല്ലാം വെക്ടർ. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു -μ ഡെൽ ക്രോസ് ∂h/∂t എന്ന് കിട്ടും. ദെൻ ആസ് പെർ മാക്സ്വെൽസ് ഇക്വേഷൻ ഫ്രം ആംബിയസ് ലോയിൽ നിന്നുള്ള മാക്സ്വെൽസ് ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു എന്തായിരുന്നു? J+∂D/∂t. ഓക്കെ, J+∂D/∂t എന്നായിരുന്നു മാക്സ്വെൽസ് ഇക്വേഷൻ ഫ്രം ആംബിയസ് ലോ. എന്തായിരുന്നു? ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു J+∂D/∂t. ദാറ്റ് ഈസ് ഡെൽ ക്രോസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു J+JD എന്ന് വരും അല്ലേ. J+JD. ദാറ്റ് ഈസ് J എന്ന് പറയുന്നത് എന്താണ്? J ഈസ് കണ്ടക്ഷൻ കറണ്ട്
ഡെൻസിറ്റി ജെ എന്ന് പറയുന്നത് സിഗ്മ ഇ ആണ്. ജെ എന്ന് പറയുന്നത് കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി, ദാറ്റ് ഇസ് സിഗ്മ ഇ. ഓക്കെ, സിഗ്മ ഇ. ആൻഡ് ജെ ഡി എന്ന് പറയുന്നത് എന്താണ്? ജെ ഡി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി ഡോ ഡി ബൈ ഡോ ടി. ഓക്കെ, ജെ ഈസ് ദി കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി സിഗ്മ ഇ ആൻഡ് ജെ ഡി ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി ഡോ ഡി ബൈ ഡോ ടി. ദെൻ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടി ഈക്വൽ ടു, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടി ഈക്വൽ ടു എന്ത് വരും? സോറി, ജെ പ്ലസ് ജെ ഡി ആണ്. ജെ പ്ലസ് ജെ ഡി എന്ത് വരും? ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടി ഈക്വൽ ടു സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് എന്ത് വരും? ഡിഫറൻഷ്യേറ്റീവ് ആണ്, ഡോ ബൈ ഡോ ടി ഓഫ് ഡോ ഡി ബൈ ഡോ ടി, ദാറ്റ് ഈസ് ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ, ഡോ സ്ക്വയർ ഡി ബൈ ഡോ ടി സ്ക്വയർ എന്ന് വരും. ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടി ഈക്വൽ ടു സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് ഡോ സ്ക്വയർ ഡി ബൈ ഡോ ടി സ്ക്വയർ, ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടി എന്ന് പറയുന്നത് എന്ത് വരും? സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. ഇനി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇ ആണ്, അല്ല, ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടി ഈക്വൽ ടു സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് എപ്സിലോൺ ഡിക്ക് പകരം ഇവിടെ ഡോ സ്ക്വയർ ഡി ബൈ ഡോ ടി സ്ക്വയറിൽ ഡിക്ക് പകരം എപ്സിലോൺ ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയറിന് കിട്ടും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 4 ഇൻ ഇക്വേഷൻ 2. നമ്മുടെ ഇക്വേഷൻ 4 ഇതാണ്. ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇക്വേഷൻ 2വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ 2 ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് മ്യൂ ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടി പ്ലേസ് ആ ഇക്വേഷനിൽ ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടിക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു എന്ത് വരും? മൈനസ് മ്യൂ ഇൻറ്റു ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടിയുടെ പ്ലേസിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയറിന് കിട്ടും. ദെൻ ഇതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി ദെൻ മൈനസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയറിന് കിട്ടും. മൈനസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. ദെൻ ഇക്വേഷൻ 5ൻ്റെ LHS എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്തേക്കുന്നതാണ്. ഡെൽ ഡോട്ട് ടി മൈനസ് ഡെൽ സ്ക്വയർ ഇ ആണ്, അല്ലേ? ഡെൽ സ്ക്വയർ ഇ. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു ഡെൽ ഡോട്ട് ടി മൈനസ് ഡെൽ സ്ക്വയർ ഇ. ഇനി ചാർജ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ചാർജ് ഫ്രീ റീജിയൻ ആണെന്നും സോഴ്സ് ഫ്രീ റീജിയൻ ആണെന്നും പറഞ്ഞു, അല്ലേ? ചാർജ് ഫ്രീ ആയതുകൊണ്ട് ഡെൽ ഡോട്ട് ഡി എന്ന് പറയുന്നത് എന്ത് വരും? ഡെൽ ഡോട്ട് ഡി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്, അല്ലേ? ചാർജ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ ചാർജ് എൻക്ലോസ്ഡ്. അപ്പോൾ ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ പ്രകാരം ഡെൽ ഡോട്ട് ഡി എന്ന് പറയുന്നത് ക്യൂ എൻക്ലോസ്ഡ് ആണ്. ഇവിടെ ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു 0 എന്ന് വരും. ആൻഡ് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു 0 വന്നതുകൊണ്ട് ഡി എന്ന് പറയുന്നത് ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ ആണ്. ദാറ്റ് ഈസ് ഇ എന്ന് പറയുന്നത് എന്താണ്? ഡി ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആണ്. സോ ഡി 0 ആണെങ്കിൽ ഇ എന്ത് വരും? 0 വരും. ഇ ഈക്വൽ ടു 0 വരും. അപ്പോൾ ഡെൽ ഡോട്ട് ഇ എന്താവും? 0 ആകും. ഡെൽ ഡോട്ട് ഇ 0 ആകും. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഈ ടേം എന്താവും? ദിസ് ടേം ബിക്കംസ് 0. സോ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്ന് കിട്ടും.
ഓക്കെ, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്ന് കിട്ടും. ദെൻ ദെർഫോർ നമ്മുടെ ഇക്വേഷൻ 5 ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നതിൻ്റെ പ്ലേസിൽ എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? മൈനസ് ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മൈനസ് മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി മൈനസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. മൈനസ് എല്ലായിടത്തും കോമൺ ആണ്, അതെന്താവും? പ്ലസ് ആകും. സോ ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയറിന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ദെർഫോർ ഇക്വേഷൻ 5 എന്താകും? മൈനസ് ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മൈനസ് മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി മൈനസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയറിന് കിട്ടും. സോ എന്ത് വരും? ഡെൽ സ്ക്വയർ ഇ എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് വരും. മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് വരും. ഇതാണ് എന്തെന്ന് പറയുന്നത്? വേവ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് വേവ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. വെരി ഇമ്പോർട്ടൻറ്റ്. ഡെറിവേഷൻ പഠിക്കുക. ദെൻ ഈക്വേഷനും നമ്മൾ ഈക്വേഷൻ പല പോർഷൻസിലും ഇനി യൂസ് ചെയ്യാനുണ്ട്. സോ ഈക്വേഷനും ബൈ ഹാർട്ട് ആയിരിക്കണം. ഓക്കെ, ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. വേ മ്യൂ എന്ന് പറയുന്നത് എന്താണ്? പെർമിയബിലിറ്റി ആണ്. ദെൻ സിഗ്മ എന്ന് പറയുന്ന കണ്ടക്ടിവിറ്റി. ദെൻ ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഓക്കെ, എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി. ഓക്കെ, ഡെൽ സ്ക്വയർ ഇ എന്ന് പറയുന്നത് എന്ത് കിട്ടും? മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. സിമിലർലി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വേവ് ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഡിറൈവ് ചെയ്യണം. ഓക്കെ, വേവ് ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നത് ഫ്രം ആംബിയസ് ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്ത മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഡെൽ ക്രോസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിഗ്മ ഇ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി അല്ലേ? ദാറ്റ് ഈസ് ജെ പ്ലസ് ജെ ഡി. ജെ എന്ന് പറയുന്ന കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി, ദാറ്റ് ഇസ് സിഗ്മ ഇ, and JD is the displacement current density, that is dou D by dou T. Del cross H equal to sigma E plus dou D by dou T. Then again del cross H എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ ഇ പ്ലസ് ഡി എന്ന് പറയുന്ന എപ്സിലോൺ ഇ ആണ്. സോ എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി, എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി. ദെൻ എന്ത് ചെയ്യുന്നു? കേൾ എടുക്കുന്നു. ടേക്കിംഗ് കേൾ ഓൺ ബോത്ത് സൈഡ്സ്. ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നത് എന്ത് വരും? സിഗ്മ ഡെൽ ക്രോസ് ഇ പ്ലസ് എന്ത് വരും? എപ്സിലോൺ ഡെൽ ക്രോസ് ഡോ ഇ ബൈ ഡോ ടി. ഓക്കെ, എപ്സിലോൺ ഡെൽ ക്രോസ് ഡോ ഇ ബൈ ഡോ ടി. ദെൻ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് എന്ത് വരും? ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്. ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ് അല്ലേ? ഫ്രം മാക്സ്വെൽസ് ഇക്വേഷൻസ്. മാക്സ്വെൽ ഇക്വേഷനിൽ നിന്ന് ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്. ദാറ്റ് ഈസ് എന്താണ്? മൈനസ് മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി ആണ്. മൈനസ് മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി. ദെൻ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ദിസ് ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ഡെൽ ക്രോസ് ഡോ ഇ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് ഡോ സ്ക്വയർ ബി ബൈ ഡോ ടി സ്ക്വയർ എന്ന് വരും. ഡെൽ ക്രോസ് ഡോ ഇ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് മ്യൂ മൈനസ് ഡോ ബി ബൈ ഡോ ടി സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് മ്യൂ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി